ബാക്ക് ടു MS സൊല്യൂഷൻസ് മക്കളെ. അപ്പോൾ ഫസ്റ്റ് അലോട്ട്മെന്റ് വന്നു കഴിഞ്ഞു. അപ്പോൾ ആദ്യം തന്നെ ഫസ്റ്റ് അലോട്ട്മെന്റ് കിട്ടി എല്ലാവരും ജൂൺ 17-ാം തീയതി വൈകിട്ട് 5 മണി വരെയാണ് നിങ്ങൾക്ക് സമയം. അതിനുള്ളിൽ പോയിട്ട് നിർബന്ധമായിട്ടും പെർമനന്റ് അഡ്മിഷൻ അല്ലെങ്കിൽ ടെമ്പററി അഡ്മിഷൻ എടുക്കുക. അലോട്ട്മെന്റ് സംബന്ധിച്ച എല്ലാ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളും വീഡിയോ മുൻപ് തന്നെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. മക്കൾ എല്ലാവരും ഈ ഒരു ചാനലിലുള്ള വീഡിയോസും ഷോർട്സും ഒക്കെ നോക്കി വെക്കുക. നിങ്ങൾക്ക് വേണ്ട കംപ്ലീറ്റ് അപ്ഡേറ്റുകൾ ഇതിലൂടെ കിട്ടുന്നതായിരിക്കും. ഇനി നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ പറയാനുള്ളത്, ഫസ്റ്റ് അലോട്ട്മെന്റ് കിട്ടാത്ത കുറേ പേരുണ്ട്. അവർക്ക് സെക്കൻഡ് അലോട്ട്മെന്റ് കിട്ടാൻ സാധ്യതയുണ്ടോ, നിങ്ങളുടെ റാങ്ക് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുമോ, ഇല്ലെങ്കിൽ എനിക്ക് അടുത്ത അലോട്ട്മെന്റിലേക്ക് ചാൻസ് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് എന്താണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യം പറഞ്ഞുതരാം. നിങ്ങൾ നിങ്ങളുടെ യൂസർ നെയിമും പാസ്വേഡും ജില്ലയൊക്കെ അടിച്ചു കൊടുത്തിട്ട് നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്യുക, കാൻഡിഡേറ്റ് SWCയിൽ ലോഗിൻ ചെയ്യാം. നിങ്ങൾ ലോഗിൻ ചെയ്തതിന് ശേഷം നിങ്ങൾക്കിപ്പോൾ അപ്പോൾ ഈ ഒരു അലോട്ട്മെന്റ് നിങ്ങൾക്ക് ഇനി കിട്ടാൻ സാധ്യതയുണ്ടോ എന്ന് അറിയാൻ വേണ്ടി പറ്റും. അതായത് ഇപ്പോൾ ഫസ്റ്റ് അലോട്ട്മെന്റ് കിട്ടിയ ആളുകളുണ്ടല്ലോ, ഇപ്പോൾ ഫസ്റ്റ് അലോട്ട്മെന്റ് കിട്ടിയ ആളുകൾ, ആദ്യം അവരുടെ കാര്യം പറയാം. ഫസ്റ്റ് അലോട്ട്മെന്റ് കിട്ടിയ ആളുകൾക്ക് ഇപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് ഓപ്ഷൻ അല്ല കിട്ടിയത്, താഴേക്കുള്ള ഇപ്പോൾ ഒരു 4ാമത്തെ ഓപ്ഷനാണ് നിങ്ങൾക്ക് കിട്ടിയതെങ്കിൽ മുകളിലുള്ള നിങ്ങളുടെ ഹയർ ഓപ്ഷൻ ഉണ്ടല്ലോ, അവിടെ നിങ്ങളുടെ റാങ്കും, അതായത് ആ സ്കൂളിലത്തെ ലാസ്റ്റ് റാങ്കും നിങ്ങളുടെ റാങ്കും അവിടെ കൊടുക്കും. ഓക്കെ, സ്കൂളിൽ അഡ്മിഷൻ എടുത്ത അവസാനത്തെ കുട്ടിയുടെ റാങ്കും നിങ്ങളുടെ റാങ്കും അവിടെ കൊടുത്തിട്ടുണ്ടാകും. അപ്പോൾ ഇവിടെ ഇപ്പോൾ നിങ്ങൾ ടെമ്പററി ആയിട്ട് അഡ്മിഷൻ എടുത്തു. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, മുകളിലുള്ള ഹയർ ഓപ്ഷനുകൾ, താഴേക്കുള്ളതല്ല, ഹയർ ഓപ്ഷനുകളുടെ അവിടുത്തെ സ്കൂളിൽ ലാസ്റ്റ് അഡ്മിഷൻ എടുത്ത കുട്ടിയുടെ റാങ്കും നിങ്ങളുടെ റാങ്കും നിങ്ങൾക്ക് അവിടെ കാണാൻ വേണ്ടി പറ്റും. ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് ഇനി അടുത്ത സെക്കൻഡ് അലോട്ട്മെന്റ് വരുന്ന സമയത്ത് എനിക്ക് അവിടെ കിട്ടാൻ സാധ്യതയുണ്ടോ എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ചെറിയ വ്യത്യാസമൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് നിർബന്ധമായിട്ടും നിങ്ങൾ നോക്കുക, എന്തായാലും അവിടെ കിട്ടിയിട്ടുണ്ടാകും. ഓക്കെ, സെക്കൻഡ് അലോട്ട്മെന്റിലേക്ക് എന്തായാലും നിങ്ങൾ പരിഗണിക്കും. പിന്നെ അതേപോലെ ഓപ്ഷൻസ് ഡിലീറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തൊട്ട് മുമ്പ് വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്, നിർബന്ധമായിട്ടും കാണാം. ഇനി അതേപോലെ കിട്ടാത്തവർ, ഫസ്റ്റ് അലോട്ട്മെന്റ് നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല, ഫസ്റ്റ് അലോട്ട്മെന്റിൽ നിങ്ങൾക്ക് എവിടെയും കിട്ടിയിട്ടില്ല, അപ്പോൾ ഇവിടെ കുറേ ഓപ്ഷൻസ് ഉണ്ടല്ലോ നിങ്ങൾ കൊടുത്ത. ഇപ്പോൾ ഫസ്റ്റ് അലോട്ട്മെന്റ് കിട്ടിയ ആളുകൾക്ക് അവർക്ക് ഇപ്പോൾ തൽക്കാലം കിട്ടിയതിൻ്റെ മുകളിലേക്കുള്ള റാങ്കുകൾ മാത്രമേ കാണാൻ വേണ്ടി പറ്റൂ. കിട്ടാത്തവർക്ക് ഫുൾ നിങ്ങൾ കൊടുത്തിട്ടുള്ള എല്ലാ സ്കൂളിൻ്റെ ഡീറ്റെയിൽസും അവിടെ ലാസ്റ്റ് അഡ്മിഷൻ എടുത്ത കുട്ടിയുടെ റാങ്കും നിങ്ങളുടെ റാങ്കും നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പറ്റും. അത് വെച്ചിട്ട് നിങ്ങൾക്ക് തന്നെ ഏകദേശം മനസ്സിലാക്കി. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ 237 ആ സ്കൂളിൽ ലാസ്റ്റ് അഡ്മിഷൻ എടുത്ത കുട്ടി, നിങ്ങളുടെ റാങ്ക് എന്ന് പറയുന്നത് ഒരു 258. അപ്പോൾ ഇത് തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും സെക്കൻഡ് അലോട്ട്മെന്റ് കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. ഓക്കെ, ഭയങ്കര ഡിഫറൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു 350 ഒക്കെ വരികയാണെങ്കിൽ, എന്നാലും ചില സ്കൂളുകളിലൊക്കെ സീറ്റും ഓരോരുത്തർ കുട്ടികൾ കൊടുക്കുന്നതനുസരിച്ച് ഇപ്പോൾ കുറേ പേര് ഹയർ ഓപ്ഷനൊക്കെ ഇപ്പോൾ തന്നെ ഡിലീറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുണ്ട് മക്കളെ. പക്ഷെ എന്നാലും ഒരുപാട് വ്യത്യാസം വരികയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടാനുള്ള സാധ്യത കുറവായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് തേർഡ് അലോട്ട്മെന്റിൽ കിട്ടും. ഓക്കെ, നിങ്ങൾക്ക് കിട്ടാതെ പോവില്ല, അങ്ങനെ ഒരു പ്രശ്നം വരുന്നില്ല. നിങ്ങൾ കൃത്യമായിട്ട് അപ്ഡേറ്റുകളൊക്കെ ഒന്ന് അറിഞ്ഞു വെക്കുക, ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തു വെക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങളെ നോക്കുമ്പോൾ നിങ്ങൾക്ക് ചെറിയ വ്യത്യാസമാണ് ഉള്ളതെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് സെക്കൻഡ് അലോട്ട്മെന്റ് കിട്ടും. അപ്പോൾ ആരും ടെൻഷൻ അടിക്കേണ്ട എന്ന് തന്നെ എനിക്ക് പറയാനുള്ളത്. കിട്ടാത്ത ആളുകൾ ടെൻഷൻ അടിക്കേണ്ട, എല്ലാവർക്കും നിങ്ങൾക്ക് സീറ്റ് കിട്ടും. സീറ്റ് ഒന്നാമത് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെന്റ് കിട്ടിയില്ല എന്നോർത്ത് ഒരു ടെൻഷനും അടിക്കേണ്ട. സെക്കൻഡ് അലോട്ട്മെന്റ്, തേർഡ് അലോട്ട്മെന്റ്, ഇനി സപ്ലിമെന്ററി അലോട്ട്മെന്റുകളൊക്കെ വരാനുണ്ട്. അപ്പോൾ ഇനിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ ഒരു ചാനലിലൂടെ കൂടുതലായിട്ട് അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ കിട്ടാത്തവർക്ക് ഇങ്ങനെ റാങ്ക് നിങ്ങളുടെ നോക്കിയിട്ട് ഏകദേശം സാധ്യത മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ കൂടുതൽ അപ്ഡേറ്റുകൾക്ക് വേണ്ടിയിട്ട് ചാനൽ ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക. അലോട്ട്മെന്റ് ആയിട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ നമ്മുടെ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാം ഒന്ന് കണ്ട് മനസ്സിലാക്കി വെക്കുക. അഡ്മിഷന്റെ സമയത്ത് കൊണ്ടുപോകേണ്ട രേഖകളും എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഓക്കെ മക്കളെ, അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.